Yeah, hi everyone. So, welcome to the next topic, that is plastic deformation. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ റേഡിയസ് റേഷ്യോ പറഞ്ഞു, പോളിമോർഫിസം, അലോട്രോപ്പി പറഞ്ഞു. ദ നെക്സ്റ്റ് തിങ് യു നീഡ് ടു ഡിസ്കസ് ഈസ് മോഡ്സ് ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. ഈ മോഡ്സ് ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നമ്മൾ മെറ്റീരിയൽ സയൻസിൽ ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ നമ്മൾ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ആക്ച്വലി ഡിസ്കസിങ് ഇൻ അറ്റോമിക് ലെവൽ വാട്ട് ഹാപ്പൻസ് വെൻ എ മെറ്റീരിയൽ ഈസ് ഡിഫോംഡ്. അതാണ് അവിടുത്തെ മോഡ്സ് ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്തുകൊണ്ടാണ് ഒരു മെറ്റീരിയൽ ഈൽഡ് സ്ട്രെങ്ത്തും അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തും ഒക്കെ ഉണ്ടാവുന്നത്. ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫോർമേഷൻ അറ്റോമിക് ലെവലിലാണ് നമ്മൾ പറയുന്നത്. അതിനു മുന്നേ എന്താ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ? സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, അതായത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പഠിക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി യു ഗൈസ് ഹാവ് കം അക്രോസ് ദിസ് പർട്ടിക്കുലർ ഗ്രാഫ്, സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ. അത് യൂഷ്വലി ഒരു മെറ്റീരിയൽ നമ്മൾ എടുത്താൽ, ഏത് മെറ്റീരിയലും ആവട്ടെ, വെദർ ഇറ്റ് ഈസ് സ്റ്റീൽ, വെദർ ഇറ്റ് ഈസ് അലൂമിനിയം, വെദർ ഇറ്റ് ഈസ് ടൈറ്റാനിയം, അത് ആ മെറ്റീരിയൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ മെറ്റീരിയൽ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ദ മെറ്റീരിയൽ ഡെഫിനറ്റ്ലി യു നീഡ് ടു സ്പെസിഫൈ ദ സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ, ദാറ്റ് ഈസ് ദ ഈൽഡ് സ്ട്രെങ്ത് ആൻഡ് ദ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു വിച്ച് ഈൽഡ് എന്ന് പറഞ്ഞാൽ വൈ എന്ന് പറഞ്ഞാൽ ഈൽഡ് പോയിൻ്റ്, ആ ഈൽഡ് പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സാണ് ഈൽഡ് സ്ട്രെസ്. അപ് ടു ദാറ്റ് പർട്ടിക്കുലർ സ്ട്രെസ് എന്തായിരിക്കും? ദ മെറ്റീരിയൽ when a load is applied, the material will deform elastically, and when the load is removed, it will again go back to the initial state, that is the deformation won't be retained. But after yield point and up to ultimate strength, u എന്ന് പറയുന്ന ultimate point, so the stress corresponding to the ultimate point is called ultimate strength or ultimate strength. So from yield point to the ultimate point, there is actually a deformation. So when the load is removed, the material won't go back to the original shape because it's already deformed. അപ്പോൾ എന്ത് പറ്റും? അവിടെ deform ചെയ്ത് കഴിഞ്ഞു അല്ലേ? And again, if I am just increasing the load, it will go to the point R and it will break. So in mode of plastic deformation, why the material plastically deforms, എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ അതിൻ്റെ മെക്കാനിസമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇറ്റ്സ് ബേസിക്കലി കോസ് ഡ്യൂ ടു ദ ഇവിടെ വായിക്കാം. The plastic deformation of metals is primarily the result of the propagation of dislocations. ഇവിടെ dislocations ആക്ച്വലി നിങ്ങൾ you will find this particular topic in module 2. പക്ഷേ നമ്മളിവിടെ എന്താ പറയുന്നത്, ഡിഫോർമേഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഡിസ്ലൊക്കേഷൻസ് വന്നതുകൊണ്ട് ഡെഫിനറ്റ്ലി യു നീഡ് ടു ഹാവ് ആൻ ഐഡിയ അബൌട്ട് വാട്ട് എ ഡിസ്ലൊക്കേഷൻ ഈസ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ടേ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ പറയാൻ പറ്റൂ. സോ ഞാൻ ഡിസ്ലൊക്കേഷൻ എന്താണെന്ന് പറയും, അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പ്ലാസ്റ്റിക് ഡിഫോർമേഷനിലേക്ക് പോകും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഓൾ ദ എക്സ്പ്ലനേഷൻസ് വാട്ട് ഐ ആം റെഫറിങ് ടു, ഡെഫിനറ്റ്ലി ഇൻ ദ ലേറ്റർ സ്ലൈഡ്സ് I will point this particular name, dislocations there. So every time you see the dislocations, it will look like an alien enemy to you at that particular discussion. So definitely you need to know what is actually a dislocation. അത് കഴിഞ്ഞിട്ട് the propagation of dislocation is called slip. അത് പറയാം. അപ്പം സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ കർവ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയാമല്ലോ അല്ലേ? ഇറ്റ്സ് ആക്ച്വലി ചേഞ്ച് ഇൻ ഡയമെൻഷൻസ് ടു ദ ഒറിജിനൽ ഡയമെൻഷൻസ്. സോ അവിടെ സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കുന്നത് യു നീഡ് ടു നോ ദ സ്ട്രെങ്ത് ആൻഡ് ഡക്റ്റിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ ഇത് ഇൻ്റർവ്യൂസിനൊക്കെ ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്നതാണ്. ടെക്നിക്കൽ ഇൻ്റർവ്യൂസിനൊക്കെ yield പോയിൻ്റ് എന്താണ്? yield പോയിൻ്റ്, വാട്ട് ഈസ് എക്സാക്ട്ലി ദ yield പോയിൻ്റ് ഓഫ് എ മെറ്റീരിയൽ, വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് പോയിൻ്റ്, അങ്ങനെ എല്ലാം ചോദിക്കും. വാട്ട് ഈസ് ദ മോഡ് ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഇൻ മെറ്റീരിയൽ, അതൊക്കെ ചോദിക്കും. സോ ഇതെല്ലാം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ പറഞ്ഞപ്പോൾ വി ഹാവ് കം അക്രോസ് ഡിസ്ലൊക്കേഷൻ. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഡിസ്ലൊക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ദേ ആർ ജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്. ഈ ആറ്റംസിനെ തന്നെയാണ്, കാരണം മെറ്റീരിയലിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്?
ദർ ആർ എ ലോട്ട് ഓഫ്, അപ്പോൾ ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ലോട്ട് ഓഫ് ആറ്റംസ് ആണ്. ഓക്കെ, ദർ ആർ ലോട്ട് ഓഫ് ആറ്റംസ് ഇൻസൈഡ് എ മെറ്റീരിയൽ ആൻഡ് വിച്ച് ഈസ് അറേഞ്ച്ഡ് ഇൻ എ പീരിയോഡിക് പാറ്റേൺ, റിപ്പീറ്റിംഗ് പാറ്റേൺ. പക്ഷേ നമ്മളൊരു മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പം ദറ്റ് ഈസ് പ്രോസസ്ഡ് ത്രൂ എനി പ്രോസസ്സിങ് റൂട്ട്സ്, കാസ്റ്റിംഗ് ആയിക്കോട്ടെ, പൗഡർ മെറ്റലർജി റൂട്ട് ആയിക്കോട്ടെ, എന്ത് റൂട്ടിലും ആയിക്കോട്ടെ, ദർ വിൽ ബി ഡിഫക്ട്സ് ഇൻസൈഡ് എ മെറ്റീരിയൽ. ഈ ഡിഫക്ട്സിനെയാണ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഡിഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണാം, ഈ ബ്ലൂ കളേർഡ് ഡോട്ട്സ്, ഇത് ആറ്റംസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഈ ബ്ലൂ കളർ ഡോട്ട്, if I am just considering this as atom, these are atoms which are actually uniformly arranged and periodically arranged in 3 dimensions. But suppose a group of atom is missing from a particular location. That means that is actually a defect. ആ പർട്ടിക്കുലർ ഡിഫക്റ്റിനെയാണ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഇൻകംപ്ലീറ്റ് പ്ലെയിൻ ഓഫ് ആറ്റംസ് വരും. ഇവിടെ എല്ലാം ഇപ്പം നമ്മൾ ഓൾ ടുഗദർ നമ്മൾ എണ്ണി നോക്കുകയാണെങ്കിൽ 1 2 3 4 എന്ന് പറഞ്ഞ്, ഇപ്പോൾ ഇത് 2 ഡയമെൻഷനല്ലേ, ഞാൻ ഇൻ ടു ദ മൊബൈൽ, അതായത് ഈ സ്ക്രീനിനകത്തോട്ട് ആറ്റംസ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അഗെയിൻ എ 3 ഡയമെൻഷൻ അല്ലേ. അപ്പോൾ ഇവിടെ എത്ര 1 2 3 4 5 അങ്ങനെ ഒരു n നമ്പർ ഓഫ് പ്ലെയിൻസ് ഉണ്ട് അല്ലേ. ഇനിയും എല്ലാം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇഫ് ഐ എം ജസ്റ്റ് സപ്പോസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ പ്ലെയിൻ ഓർ ഏകദേശം എവിടെയെങ്കിലും, ഇഫ് ഐ എം ജസ്റ്റ് ഒരു പകുതി ആറ്റം, ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് മിസ്സിങ് ആണ്, യു ജസ്റ്റ് സീ ദിസ് തിങ്. ഇപ്പോൾ മനസ്സിലായോ? അതായത് ഈ മിസ്സിങ് പ്ലെയിൻ വന്നു. നേരത്തെ പെർഫെക്റ്റ്ലി അറേഞ്ച്ഡ് ആയിരുന്നു ആൻഡ് ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ നിന്ന് ഇത്രയും ഗ്രൂപ്പ് ഓഫ് ആറ്റം മിസ്സിങ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ ഇൻകംപ്ലീറ്റ് പ്ലെയിൻ. അപ്പോൾ ഈ പർട്ടിക്കുലർ മോഡിൽ കാണിച്ചിരിക്കുന്ന ഒരു ഹാഫ് പ്ലെയിൻ ഓഫ് ആറ്റംസ് ഇല്ലേ, ഇതിനെയാണ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ്, അപ്പോൾ ഈ ആറ്റംസിന് വെൻ വി അപ്ലൈ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഓർ വെൻ വി അപ്ലൈ ലോഡ് ഇൻസൈഡ് എ മെറ്റീരിയൽ, ഇതെന്ത് പറ്റും, ഈ എക്സ്ട്രാ ഹാഫ് പ്ലെയിന് അടുത്ത ആറ്റവുമായിട്ട് ബോണ്ട് വരും. അപ്പോൾ എന്ത് ചെയ്യും, അടുത്ത ആറ്റംസ് ഈ എക്സ്ട്രാ പ്ലെയിനുള്ള ആറ്റവുമായിട്ടുള്ള ബോണ്ടിങ് സ്ട്രോങ് ആവും. അപ്പോൾ അടുത്ത പ്ലെയിനിലുള്ള ബോട്ടത്തിലുള്ള ലെയറില്ലേ, അത് ഇതിൻ്റെ ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഇങ്ങോട്ടേക്ക് നീങ്ങും. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് പ്ലെയിനിൽ ഒരു ഹാഫ് പ്ലെയിൻ വരും. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഞാനൊരു ഹാഫ് പ്ലെയിൻ ആണ് കാണുന്നത് അല്ലേ, ബാക്കിയുള്ള വേക്കൻറ്റ് സ്പേസ് ആണ്. ഇതിൻ്റെ റൈറ്റും ലെഫ്റ്റും ഫുൾ പ്ലെയിൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു ലോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഹാഫ് പ്ലെയിൻ നെക്സ്റ്റ് പ്ലെയിനിലുള്ള ആറ്റംസുമായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ തുടങ്ങും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആറ്റംസ് മൂവ് ചെയ്യുന്നത്. ഈ സ്ട്രെച്ച് ചെയ്യില്ലേ, അപ്പോൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആറ്റംസ് അടുത്ത പ്ലെയിനിലേക്ക് മൂവ് ചെയ്യും. അപ്പം ഓൾറെഡി ഇവിടെ നിന്നുള്ള പ്ലെയിനിൽ, ഓൾറെഡി ഫുൾ പ്ലെയിനിലുള്ള ആറ്റംസ് ഇതിൻ്റെ പകുതി പ്ലെയിൻ ഈ ഇൻകംപ്ലീറ്റ് പ്ലെയിനുമായിട്ട് ബോണ്ട് ചെയ്ത് ഇതിങ്ങ് നീങ്ങും. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ അടുത്ത ഫുൾ പ്ലെയിൻ എന്നുള്ളത് ഹാഫ് പ്ലെയിൻ ആവും, ഈ ഇൻകംപ്ലീറ്റ് പ്ലെയിൻ എന്നുള്ളത് ഫുള്ളാവും. അങ്ങനെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഏറ്റവും എഡ്ജിൽ വരും. എന്ത് വരും, ഒരു ഇൻകംപ്ലീറ്റ് പ്ലെയിൻ ഓഫ് ആറ്റം. അപ്പോൾ ഈ ഒരു എഡ്ജിൽ വരുന്നത് കൊണ്ട് ഇതിനെ എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ ജസ്റ്റ് എ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഇൻകംപ്ലീറ്റ് പ്ലെയിൻ. അപ്പോൾ ഡിസ്ലൊക്കേഷൻസ് എപ്പോഴും ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആണ്. ഈ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചാണ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമുക്ക് എന്താ പറയുന്നത് മൊഡ്യൂൾ 2 ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻകംപ്ലീറ്റ് പ്ലെയിൻ ഓഫ് ആറ്റംസ്. കംപ്ലീറ്റ് പ്ലെയിൻ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് മൂവ് ചെയ്താലല്ലേ മെറ്റീരിയൽ ഡിഫോം ആവൂ. ബോൺസ് ബ്രേക്ക് ചെയ്യണം, അത് മൂവ് ചെയ്ത് ബോൺസ് ക്രിയേറ്റ് ചെയ്യണം, അഗെയിൻ ബ്രേക്ക് ചെയ്യണം. അങ്ങനെ മൂവ് ചെയ്താലേ ഡിഫോർമേഷൻ നടക്കും. അങ്ങനെ മൂവ്മെൻറ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻസ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനിയും നമുക്ക് അത് പറയുന്നത് പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻകംപ്ലീറ്റ് പ്ലെയിൻ, അതൊരു ഇൻകംപ്ലീറ്റ് പ്ലെയിൻ ആയിരുന്നു. സിമിലർലി എനിക്കൊരു എക്സ്ട്രാ ഹാഫ് പ്ലെയിൻ ഇതിനെ അകത്തേക്ക് കൊടുക്കാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഉള്ളൊരു പ്ലെയിനിൽ നിന്ന് കുറച്ച് അതിൻ്റെ ബോട്ടം പോർഷൻ റിമൂവ് ചെയ്തതല്ല. ഈ ഒരു ഫിഗറിൽ കാണുന്നത് ദർ ഈസ് ആൻ എക്സ്ട്രാ ഹാഫ് പ്ലെയിൻ. എക്സ്ട്രാ ഹാഫ് പ്ലെയിൻ കൊണ്ടും ഡിസ്ലൊക്കേഷൻസ് വരാം. ഓക്കെ, ഓർ എ മിസ്സിങ് ഹാഫ് പ്ലെയിൻ, രണ്ടും വരാം. ഓക്കെ, ഇനിയും ബർജേഴ്സ് വെക്റ്റർ എന്ന് പറയുന്നത്
യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ ഡിസ്ലൊക്കേഷൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും. കാരണം നമ്മളൊരു പെർഫെക്റ്റ് ക്രിസ്റ്റലിൽ ഇപ്പം അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതായത് യൂണിറ്റ് വെക്ടർ പോലെ ബർജേഴ്സ് വെക്ടർ യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഡിസ്ലൊക്കേഷൻ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം. ബർജേഴ്സ് വെക്ടർ, ഞാനൊരു പെർഫെക്റ്റ് ക്രിസ്റ്റൽ എടുത്തു. ഓക്കെ, ഒരു എസ് എന്ന് പറഞ്ഞ പോയിൻ്റ് എടുത്തു. അതിൽ നിന്ന് ഞാൻ കുറേ ട്രാൻസ്ലേഷൻസ് ചെയ്തു. ഓക്കെ, അങ്ങനെ 9, 10, 11, 13, 14. ഞാനൊരു സർക്യൂട്ട് വരയ്ക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത് എടുത്തിരിക്കുന്നതിൽ ഫുള്ള് വരയ്ക്കുന്നത് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഒരു ഒരു ട്രാൻസ്ലേഷൻസ്. ആദ്യം 16 ട്രാൻസ്ലേഷൻസ് റൈറ്റിലേക്ക് നടത്തി, 9 ട്രാൻസ്ലേഷൻസ് താഴോട്ട് നടത്തി, അഗെയിൻ 16 ട്രാൻസ്ലേഷൻസ് ടു ദ ലെഫ്റ്റ്. ഇനി എന്ത് ചെയ്യണം? ഇഫ് ഐ ആം ജസ്റ്റ് ടേക്കിംഗ് 9 ട്രാൻസ്ലേഷൻസ്, ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവണം. ഇതിന് എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ വരണം. വന്നില്ലെങ്കിൽ എന്താ അതിൻ്റെ മീനിങ്? ഇതിനിടയ്ക്ക് എന്തോ നടന്നിട്ടുണ്ട്, പീരിയോഡിക് അറേഞ്ച്മെൻറ്റിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു എഫക്റ്റ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഇവിടെ നോക്കട്ടെ, ഇതെന്തായാലും മാപ്പ് ചെയ്ത് വരുമ്പോൾ എക്സാക്ട്ലി എനിക്ക് തോന്നുന്നത് ഓക്കെ കറക്റ്റ് പോയിൻ്റ് എസ്സിൽ വന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ദിസ് ഈസ് എ പെർഫെക്റ്റ് ക്രിസ്റ്റൽ. ഇവിടെ ഡിഫക്റ്റ് ഉണ്ടോ, ഡിസ്ലൊക്കേഷൻസ് ഉണ്ടോ? ഇല്ല. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇൻകംപ്ലീറ്റ് പ്ലെയിൻ എടുത്തു, ഒരു ഡിസ്ലൊക്കേഷൻ ഉള്ളൊരു കേസ് എടുത്തു. എ ക്ലോസ്ഡ് ബർജേഴ്സ് സർക്യൂട്ട് ഇൻ ആൻ ഐഡിയൽ ക്രിസ്റ്റൽ. അതായത് ഇതിനെയാണ് ബർജേഴ്സ് സർക്യൂട്ട് എന്ന് പറഞ്ഞ് യൂസ് ടു ഫൈൻഡ് ഔട്ട് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഡിസ്ലൊക്കേഷൻ. അതായത് എത്രമാത്രം ആ ഇൻകംപ്ലീറ്റ് പ്ലെയിൻ കൊണ്ട് ഒരു ക്രിസ്റ്റൽ എത്രമാത്രം മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ അവിടെ ഇനി അടുത്ത ഫിഗറിലേക്ക് പോവാം. അപ്പോൾ ഇനി ഇതേ സെയിം സർക്യൂട്ട് ഞാനൊരു റിയൽ ക്രിസ്റ്റൽ എന്തായിരിക്കും? എപ്പോഴും ഓൾവേസ് ഐഡിയൽ ക്രിസ്റ്റലിൽ മാത്രമേ ഡിഫക്റ്റ് ഇല്ലാതുള്ളൂ. എപ്പോഴും നമ്മൾ എല്ലാ കേസിലും ഡിഫക്ട്സ് കാണും. അപ്പോൾ ഡിസ്ലൊക്കേഷൻ ഉള്ള ഒരു ക്രിസ്റ്റലിൽ എടുത്തു. ഓക്കെ, ഞാനിവിടെ ഒരു സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാണ്. എത്രയായിരുന്നു നമ്മളെടുത്തത്? 16 ആയിരുന്നു അല്ലേ? അതേ സെയിം ഇത് ഒരു ഡിഫക്റ്റീവ്, നേരത്തെ റെഗുലർ അറേഞ്ച്മെൻ്റ് ആയിരുന്നു. സോ ഇഫ് ഐ ആം ജസ്റ്റ് ടേക്കിംഗ് ദ സെയിം ക്രിസ്റ്റൽ, അതിലൊരു ഡിഫക്റ്റ് ഉണ്ടെന്ന് കരുതുക. ഡിഫക്റ്റ് കാരണം ഒരു എക്സ്ട്രാ ഹാഫ് പ്ലെയിനോ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ഹാഫ് പ്ലെയിനോ അതിലുണ്ട്. സോ ഞാൻ ഇതേ സെയിം സർക്യൂട്ട് വരയ്ക്കുന്നു. ഇനി എന്ത് ചെയ്തു? 16 എണ്ണം വന്നു അല്ലേ? 16 എവിടെ വന്നേ? കറക്റ്റ് എസ്സിൻ്റെ എവിടെ ആണോ വന്നേ? അല്ല. ഇനി ഞാൻ കണ്ടോ, 9 എണ്ണത്തപ്പോൾ എസ്സിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. സോ ദർ ഈസ് ആക്ച്വലി 1 അറ്റോമിക് സ്പേസ് ഉണ്ട് അല്ലേ? ഈ അറ്റോമിക് സ്പേസിനെയാണ് എഫ് എന്ന് പറഞ്ഞ പോയിൻറ്റും എസ് എന്ന് പറഞ്ഞ പോയിൻറ്റും സെയിം അല്ല. സോ 1 അറ്റോമിക് സ്പേസ്. ഇതിനെ എന്ത് ചെയ്യും? എന്തുകൊണ്ടാണിത് വന്നത്? ദർ ഈസ് ആക്ച്വലി ആൻ ഇൻകംപ്ലീറ്റ് പ്ലെയിൻ. അപ്പോൾ ഇൻകംപ്ലീറ്റ് പ്ലെയിനിനെ സൂചിപ്പിക്കുന്നതാണ്. മുകളിലാണെങ്കിൽ ഇൻകംപ്ലീറ്റ് പ്ലെയിൻ ഈ ഒരു സിമ്പിൾ, അതായത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് അതിന് മുകളിലൊരു വെർട്ടിക്കൽ ലൈൻ. താഴെയാണെങ്കിൽ എന്ത് ചെയ്യും? ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് താഴെ. ഇതിൻ്റെ സിമ്പിളാണ്. ഓക്കെ, എഡ്ജ് ഡിസ്ലൊക്കേഷൻ്റെ സിമ്പിൾ. ഒരു ഇൻകംപ്ലീറ്റ് പ്ലെയിൻ വന്നു. ഇൻകംപ്ലീറ്റ് പ്ലെയിൻ വന്നപ്പോൾ നമുക്ക് സർക്യൂട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇതിനെ ബർജേഴ്സ് സർക്യൂട്ട് എന്നാണ് പറഞ്ഞത്. ബിക്കോസ് ഇത് കണ്ടുപിടിച്ച ആളുടെ പേര് ബർജേഴ്സ്. സോ ഡെഫിനറ്റ്ലി വി കനോട്ട് ക്ലോസ് ദ സർക്യൂട്ട്. സോ ടു മേക്ക് ദ സർക്യൂട്ട് കംപ്ലീറ്റ് വി നീഡ് ടു മേക്ക് എ യൂണിറ്റ് ട്രാൻസ്ലേഷൻ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 ആറ്റം ഡിസ്റ്റൻസിൽ ബി എന്ന് പറഞ്ഞെടുത്തു. സോ ഡിപ്പെൻഡിങ് ഓൺ ദ വിഡ്ത്ത് ഓഫ് ദ പ്ലെയിൻ ഓർ ഡിപ്പെൻഡിങ് ഓൺ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡിഫക്റ്റ്, അതൊരു 1 അറ്റോമിക് സ്പേസ് ആവാം, 2 അറ്റോമിക് സ്പേസ് ആവാം. ബർജേഴ്സ് വെക്ടർ. അപ്പോൾ ഈ ബർജേഴ്സ് വെക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ എന്താ കിട്ടി? മാഗ്നിറ്റ്യൂഡും കിട്ടി. അത് ഡയറക്റ്റ്ലി സൂചിപ്പിക്കുന്നത് എന്താ? ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് ഇൻകംപ്ലീറ്റ് പ്ലെയിൻ ഓഫ് ആറ്റം, ദ അറ്റോമിക് സ്പേസിങ് ഈസ് ആക്ച്വലി separated by this particular distance, and that is the magnitude of defect there, magnitude of dislocations there, and the direction of the Burgers vector is like this. അപ്പോൾ ഇതാണ്. അപ്പം ഡിസ്ലൊക്കേഷൻസ്, എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഇൻകംപ്ലീറ്റ് പ്ലെയിൻ ഓഫ് ആറ്റം അകത്തോട്ട്, ഒരു പ്ലെയിന് നമ്മൾ മൊത്തം അകത്തോട്ട് നിൽക്കുക അല്ലേ?
ബർജേഴ്സ് വെക്ടർ എന്താ ഇപ്പം നമുക്ക് കിട്ടിയത്? നേരെ റൈറ്റിലോട്ട് പോയിൻ്റ് ചെയ്ത് നിൽക്കുക. ആക്ച്വലി ഡിസ്ലൊക്കേഷൻ പ്ലെയിൻ എന്ന് പറയുന്നത് എന്താ? എഡ്ജ് ഡിസ്ലൊക്കേഷൻ പ്ലെയിൻ ഇൻറ്റു നമ്മൾ ഈ മൊബൈലിൻ്റെ സ്ക്രീനിനകത്തോട്ട് നിങ്ങൾ നോക്കുന്ന 3 ഡയമെൻഷനിൽ എടുക്കുകയാണെങ്കിൽ 3D പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് അകത്തോട്ടാണ് നിൽക്കുന്നത് ഇല്ലേ? പക്ഷേ ബർജേഴ്സ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നിറ്റ്യൂഡ് അല്ലേ? അതെങ്ങോട്ടാണ് അതിൻ്റെ ലൈൻ? റൈറ്റിലോട്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് ബർജേഴ്സ് വെക്ടർ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു എഡ്ജ് ഡിസ്ലൊക്കേഷൻ ലൈൻ. എഡ്ജ് ഡിസ്ലൊക്കേഷന് ബർജേഴ്സ് വെക്ടർ പെർപെൻഡിക്കുലർ ആണ്. അത് ജസ്റ്റ് ഒന്ന് പറയാൻ മാത്രം, ഡയറക്ഷനും കിട്ടും. അപ്പോൾ ബർജേഴ്സ് വെക്ടർ എന്ന് പറഞ്ഞാൽ യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഡിസ്ലൊക്കേഷൻ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഡിഫോർമേഷൻ പഠിക്കുന്നതിന് മുന്നേ. അപ്പോൾ ഡിസ്ലൊക്കേഷൻ എന്താണെന്ന് മനസ്സിലായോ? ഇറ്റ്സ് ജസ്റ്റ് എ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആൻഡ് ഇറ്റ്സ് ആക്ച്വലി ബർജേഴ്സ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് എന്താണ്? ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഡിസ്ലൊക്കേഷൻ. കണ്ടോ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു സ്കിമാറ്റിക്കാണ്. എൻഡ് പോയിൻ്റ് ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ഈ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ബർജേഴ്സ് വെക്ടർ. ഓക്കെ, ഇതല്ല, ബർഗർ അല്ല, തെറ്റിക്കരുത്. ഇറ്റ്സ് ആക്ച്വലി ഈ മനുഷ്യനാണ് കണ്ടുപിടിച്ചത്. സോ ബർജേഴ്സ് വെക്ടർ. ഓക്കെ ഗൈസ്, ഇവിടെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ടോപ്പിക്ക് ഓക്കെ. ഇനി നമുക്കിനി നേരെ സ്ലിപ്പിലേക്ക് പോവാം. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ആറ്റംസ് കാണിച്ചില്ല, ഇപ്പം പ്ലെയിനാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.